ഈ വാർത്താപകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ ശ്രീ ജയകുമാർ. ശബരിമല സ്വർണ്ണമോഷണത്തിൽ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. മന്ത്രിമാർ ഉൾപ്പെടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങിയതോടെ അസാധാരണ സംഭവങ്ങൾക്ക് സഭ വേദിയായി. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിപക്ഷാംഗങ്ങളും വാച്ച് ആൻഡ് വാർഡും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വിവാദങ്ങളോട് ആദ്യമായി പ്രതികരിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ സഭയിൽ കടന്നാക്രമിച്ചു. ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിൽ നിയമസഭ സ്തംഭിപ്പിക്കലായിരുന്നു ഇന്നലെയും മിനിങ്ങാന്നും പ്രതിപക്ഷം സ്വീകരിച്ച പ്രതിഷേധ മാർഗം. എന്നാൽ മൂന്നാം ദിവസം എത്തിയപ്പോൾ പ്രതിഷേധത്തിന്റെ മട്ടുമാറി. നിങ്ങളിന്നാണ് കുട്ടികൾ കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്നു നിയമസഭ കാണാൻ. അവർ കണ്ടത് സ്പീക്കർ ആക്ഷേപിക്കുന്നതാ. ബാനറും പ്ലക്കാർഡുകളും ഉയർത്തിയുള്ള പ്രതിഷേധം ചെറുക്കാൻ സ്പീക്കറും കരുതലെടുത്തിരുന്നു. മുഖം മറയ്ക്കുന്നത് തടയാൻ ഡയസിനും അതിനു മുന്നിലുള്ള ഉദ്യോഗസ്ഥർക്കുമിടയിലുള്ള സ്ഥലത്ത് വാച്ച് ആൻഡ് വാർഡിനെ അണിനിരത്തി. പ്രതിപക്ഷം ഡയസിലേക്ക് ഇരച്ചു കയറുന്നത് തടയാൻ വാതിലുകളിലും വാച്ച് ആൻഡ് വാർഡിനെ വിന്യസിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ചോദ്യോത്തരവേള 40 മിനിറ്റ് മുന്നോട്ട് പോയി. ഇതിനിടെ പ്രതിപക്ഷാംഗങ്ങൾ വാച്ച് ആൻഡ് വാർഡ് തീർത്ത മനുഷ്യമതിൽ ഭേദിച്ച് ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു. ഇതോടെ വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷാംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളുമായി. ഈ ബാനർ ഉയർത്തലും ആക്ഷേപമുദ്രാവാക്യം വിളിക്കലുള്ള ജനാധിപത്യം. യെസ് മിനിസ്റ്റർ പ്ലീസ്. വാച്ച് ആൻഡ് വാർഡിനെ പ്രതിപക്ഷം മർദ്ദിക്കുന്നുവെന്നും അവർക്ക് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഭരണപക്ഷം രംഗത്ത് വന്നു. സാർ, എന്റെ പടവും ഇവിടെ പ്ലക്കാർഡിൽ കാണുന്നുണ്ട്. മിനിസ്റ്റർ അങ്ങ് മറുപടി പറഞ്ഞോ. ഇതെല്ലാം കുട്ടികൾ കാണുന്നുണ്ടോ? സ്കൂൾ കുട്ടികൾ അവിടെ ഇരിക്കുന്നത്. ബജറ്റ് തടസ്സപ്പെടുത്തൽ കാലത്ത് സഭയിൽ ബഹളം വെച്ച വി ശിവൻകുട്ടിയുടെ ചിത്രമടങ്ങിയ പ്ലക്കാർഡ് ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുപടി. സംഭീഷണി ഉന്നയിച്ചുകൊണ്ടിരുന്ന കെ ശൈലജയ്ക്ക് നേരെ കൂക്കുവിളി കൂടി ഉണ്ടായതോടെ ഭരണപക്ഷം പ്രകോപിതരായി. മന്ത്രി സജി ചെറിയാന്റെ കൈയും പിടിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടുത്തളത്തിലേക്ക് വന്നു. പിന്നാലെ ഭരണപക്ഷ MLA-മാരും. ഇതോടെ സഭാതലം അസാധാരണ രംഗങ്ങൾക്ക് വഴിമാറി. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള നടുത്തളത്തിലെ വാക്കേറ്റം പരിധി വിടുമെന്ന് കണ്ടതോടെ സ്പീക്കർ സഭ നിർത്തിവെച്ചു. പിന്നീട് സഭ പുനരാരംഭിച്ചപ്പോൾ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പ്രകോപനം സൃഷ്ടിച്ചത് മുഖ്യമന്ത്രിയും ഭരണപക്ഷവുമാണെന്ന് ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് പ്രകോപനം ഉണ്ടായത്. ലോ ആൻഡ് ഓർഡർ DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷണത്തിന് ഒരുങ്ങുന്നത്. അന്വേഷണം നടത്താൻ തയ്യാറായിട്ടുള്ളത്. ആ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും. ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാണ് ആ അന്വേഷണത്തിന്റെ യഥാർത്ഥ സ്ഥിതി എന്ന് നാം കാണണം. നിയമസഭയിൽ പലപ്പോഴും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും പ്രതിഷേധങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നത് അസാധാരണ കാഴ്ചയായിരുന്നു. 24 തിരുവനന്തപുരം. പ്രതിപക്ഷാംഗത്തിന്റെ ഉയരക്കുറവിനെ പരിഹസിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധിക്ഷേപ പരാമർശം. 8 അട്ടിവെച്ച പോലെ ഒരാളെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് നിയമസഭയുടെ പരിരക്ഷ ഉപയോഗിച്ച് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പോയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരാമർശം മുഖ്യമന്ത്രി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പുരോഗമനവാദികളാണെന്ന് പറയുന്നവരുടെ വായിൽ നിന്ന് വരുന്നത് ഇത്തരം പരാമർശങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. അവിടെ അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീ വനിതാ വാച്ച് ആൻഡ് വാർഡിന് നേരെ തള്ളുന്ന കാഴ്ച കണ്ടല്ലോ സർ. ഇതെല്ലാം കണ്ടതല്ലേ സർ? സാധാരണ നിലക്ക് എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 അട്ടി വെച്ച പോലെയാണ്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്. 8 അട്ടി വെച്ചതുപോലെ പൊക്കം കുറഞ്ഞ ഒരാളാണ് ഈ സമരത്തിൽ തള്ളിക്കേറിയത്. അയാൾക്ക് ഒരു ആരോഗ്യമില്ല. അസംബ്ലിയുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തതെന്ന്. ഉയരം കുറഞ്ഞ ആളുകളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുച്ഛമാണോ? ഉയരം കുറഞ്ഞ ആളുകളോട് അദ്ദേഹത്തിന് എന്താ ഇത്ര ഒരു ദേഷ്യവും ഒരു അവജ്ഞയും? ഇത് ബോഡി ഷെയ്മിംഗ് ആണ്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ സ്പീക്കർക്ക് കത്ത് കൊടുക്കുകയാണ്. മുഖ്യമന്ത്രി അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം ആർക്കാണ് വിറ്റതെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിനു പുറത്തുള്ള കോടീശ്വരനാണ് വിറ്റതെന്നും VD സതീശൻ പറഞ്ഞു. അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനും CPM-ഉം ഏത് കോടീശ്വരന്റെ കയ്യിലാണ് ഈ ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് വിറ്റിരിക്കുന്നത് എന്ന് പറയാൻ തയ്യാറാകണം. അതുപോലെ കട്ടളപ്പടിയും വാതിലും ഇത് രണ്ടും കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റാവുന്നത്രയും സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്.
അതേസമയം പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന മാനസിക നില തെറ്റിയ ഒരാളുടേതാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വനവാസത്തിന് പോകണമെന്നും കടകംപള്ളി സുരേന്ദ്രന്റെ വെല്ലുവിളി. സർ, ഒരു രാഷ്ട്രീയ നേതാവ്, അതും നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എത്രമാത്രം അധപ്പതിക്കാം എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമായിട്ട് നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും സർ. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം, അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിന്ന് വ്യക്തമാക്കണം. അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വനവാസത്തിന് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കേണ്ട. ശബരിമല സ്വർണ്ണമോഷണത്തിൽ ആലപ്പുഴ ഹരിപ്പാട് മുരാരി ബാബുവിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ. പ്രതിഷേധത്തിനിടെ ബാരിക്കേഡ് കെട്ടിയിട്ട വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും ചേർന്ന് KSEB ഉദ്യോഗസ്ഥർ എത്തുന്നതുവരെ 1 മണിക്കൂറോളം വൈദ്യുതി പോസ്റ്റ് താങ്ങി നിർത്തി. സമരം പുനരാരംഭിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുരാരി ബാബുവിന്റെ ഓഫീസിലേക്ക് ചാടിക്കയറി. ഓഫീസിൽ പ്രവർത്തകർ ചാണകവെള്ളം ഒഴിച്ചു. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. ഹരിപ്പാട്ട് അശ്വിൻ, പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? വളരെ നേരത്തെ തുടങ്ങിയ സമരമാണ്. പോസ്റ്റ് ഒടിഞ്ഞത് കൊണ്ട് പോലീസും പ്രവർത്തകരും ഒരുമിച്ച് ആ പോസ്റ്റ് താങ്ങി 1 മണിക്കൂറോളം അവിടെ നിന്നു. അത് KSEB ഉദ്യോഗസ്ഥർ വന്ന ശേഷം വീണ്ടും സമരം തുടങ്ങി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുരാരി ബാബുവിന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറി. ഇപ്പോഴെന്താണ് അവിടുത്തെ സാഹചര്യം? പ്രവർത്തകർ പിരിഞ്ഞു പോയോ? വിജയകുമാർ, സമരം അതിനുശേഷം തുടർന്നു. ഇപ്പോൾ ആ സമരം അവസാനിച്ചത് ഈ ഓഫീസിലേക്ക് ദിവസം ഡെപ്യൂട്ടി കമ്മീഷണറായ മുരാരി ബാബുവിൻ്റെ ഹരിപ്പാട്ട് ഓഫീസിൽ ചാണകവെള്ളം തളിച്ച് പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ മടങ്ങിയത്. തീർത്തും അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളാണ് ഈ സമരത്തിനിടെ ഹരിപ്പാട്ട് അരങ്ങേറിയത്. പോലീസിൻ്റെ ബാരിക്കേഡ് കെട്ടിയിരുന്നത് വൈദ്യുതി തൂണിലാണ്. ആ തൂണ് കെട്ടിയിരുന്ന കയറ് ഈ ബാരിക്കേഡ് മറിച്ചിടുന്നതിനിടെ വലിയുകയും ആ പോസ്റ്റിൻ്റെ അടിവശം ഒടിഞ്ഞ് റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ ആ പോസ്റ്റ് താഴേക്ക് വീഴാതെ കൈകൊണ്ട് പിടിച്ചു നിർത്തിയത് പോലീസുകാരും ഈ സമരക്കാരും ചേർന്നാണ്. അങ്ങനെ ഏകദേശം ഒരു 1 മണിക്കൂറോളം അങ്ങനെ അവർക്ക് താങ്ങി നിർത്തേണ്ടി വന്നു. പിന്നീട് KSEBയിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് അവർക്ക് പോസ്റ്റ് നിലനിർത്താൻ കഴിഞ്ഞത്. താഴെ വീഴാതെ കൈ പിടിക്കാതെ താഴെ വീഴാതെ നിലനിർത്താൻ കഴിഞ്ഞത്. എന്തായാലും അങ്ങനെ ഒരു അപ്രതീക്ഷിത കൗതുകകരമായ സംഭവം കൂടിയുണ്ട്. പ്രതിഷേധിക്കാൻ എത്തിയവരും അവരെ തടയാനെത്തിയ പോലീസുകാരും ചേർന്ന് അപകടത്തിലായ പോസ്റ്റ് താങ്ങി നിർത്തി. എന്തായാലും ഇപ്പോൾ ആ പോസ്റ്റ് പൂർണ്ണമായും മാറി KSEB ഉദ്യോഗസ്ഥരെത്തി അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ തുടരുകയുമാണ്. അതിനിടെയാണ് ഈ പോസ്റ്റ് പൂർണ്ണമായും മാറുന്നുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും പ്രതിഷേധവുമായി ബാരിക്കേഡിന് അപ്പുറത്തേക്ക് വരികയും ഈ മുരാരി ബാബുവിൻ്റെ ഓഫീസിലേക്ക് തള്ളിക്കയറുകയും ചെയ്തു. പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ അകത്ത് കയറിയെങ്കിലും പോലീസ് അവരെ പിടിച്ച് പുറത്തേക്കാക്കി. പിന്നീട് ഈ റോഡിലായിരുന്നു പ്രതിഷേധം. എന്തായാലും ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതേസമയം മറുവശത്ത് വൈദ്യുതി പോസ്റ്റ് പുനഃസ്ഥാപിക്കാനുള്ള ജോലികൾ KSEB ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുമുണ്ട്. വിജയകുമാർ. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ഹരിപ്പാട്ട് നിന്ന്. ശബരിമല സ്വർണ്ണമോഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് BJP പ്രതിഷേധം. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. 30 വർഷം ദേവസ്വം ബോർഡിൽ നടന്ന ഇടപാടുകൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ഇതിനായി ഇടപെടൽ നടത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. കഴിഞ്ഞ 30 കൊല്ലം
ദേവസ്വം ബോർഡിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം. അത് സംസ്ഥാന സർക്കാർ ചെയ്യില്ലെങ്കിൽ ഞങ്ങൾ അതിന് ഇടപെട്ട് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ സംസാരിച്ച് അത് ചെയ്യിപ്പിക്കും. പത്തനംതിട്ടയിൽ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി. ബാരിക്കേഡുകൾ തള്ളി നീക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ബി.ജെ.പിയുടെ ക്ലിഫ് ഹൗസ് മാർച്ച് സമാപിച്ചോ? നേതാക്കന്മാർ, ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പങ്കെടുത്തല്ലോ മാർച്ചിൽ. എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ ഈ സമരം എങ്ങനെ ബി.ജെ.പി മുന്നോട്ട് കൊണ്ടുപോകും എന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായോ? എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, ശബരിമല സ്വർണ്ണമോഷണ വിഷയത്തിൽ സർക്കാരിനെതിരെ രാഷ്ട്രീയമായി ഈ ഘട്ടത്തിൽ ആ വിഷയം ഏറ്റെടുത്ത് പെർഫോം ചെയ്യുന്നത് കോൺഗ്രസ് ആണെന്ന വിമർശനം ബി.ജെ.പിക്കുള്ളിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് സഭയ്ക്കകത്തും പുറത്തും സമരം പ്രഖ്യാപിക്കുന്നു. സഭയ്ക്കകത്ത് കടുത്ത പ്രതിഷേധം ഉയർത്തുന്നു. സഭയ്ക്ക് പുറത്താകട്ടെ വലിയ സമരങ്ങളും പ്രഖ്യാപിക്കുന്നു. അതിനു പിന്നാലെയാണ് ബി.ജെ.പിയുടെ സമര പരമ്പരയും പ്രഖ്യാപിച്ചത്. അതിൻ്റെ ആദ്യ ഘട്ടമാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് അല്പം മുമ്പ് ബി.ജെ.പി നടത്തിയ മാർച്ച്. ബി.ജെ.പി ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ച് ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ ഇവിടെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ഇപ്പോൾ മാർച്ച് അവസാനിച്ച് നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. സമാധാനപരമായിരുന്നു മാർച്ച്. പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടത്. അതിലൊന്ന് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നുള്ളതാണ്. കഴിഞ്ഞ 30 വർഷം ദേവസ്വം ബോർഡിൽ നടന്ന ഇടപാടുകൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒപ്പം ഇക്കാലയളവിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ റിപ്പോർട്ടുകൾ അത് ജനസമക്ഷത്തേക്ക് എത്തിക്കണം, അത് ജനങ്ങളുടെ മുമ്പാകെ എത്തിക്കണം എന്നൊരാവശ്യമാണ് ബി.ജെ.പി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ വി മുരളീധരനും സി.കെ. പത്മനാഭനും സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനമാണ് നടത്തിയത്. സർക്കാർ നടത്തിയ തീവട്ടിക്കൊള്ളയാണ്, മുഖ്യമന്ത്രി മുഴുക്കള്ളനാണ് തുടങ്ങിയ ആരോപണങ്ങൾ അവർ ഉന്നയിച്ചു. അടുത്ത ദിവസങ്ങളിലും ഈ സമരം തുടരാനാണ് ബി.ജെ.പി നിലവിൽ ആലോചിക്കുന്നത്. അതായത് നാളെ ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് ബി.ജെ.പി മാർച്ച് നടത്തുന്നുണ്ട്, ജില്ലാ മാർച്ചുകൾ നടത്തുന്നുണ്ട്. ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കൾ ജില്ലാതല മാർച്ചുകൾ ഉദ്ഘാടനം ചെയ്യും. തൊട്ടടുത്ത ദിവസങ്ങളിൽ, അതായത് 13-ാം തീയതി യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. വലിയ മാർച്ച് യുവമോർച്ച ഈ വിഷയത്തിൽ സംഘടിപ്പിക്കുന്നു. 16-ാം തീയതി മഹിളാ മോർച്ചയുടെ മാർച്ച് സംഘടിപ്പിക്കുന്നു. പ്രാദേശിക തലത്തിലേക്ക് കൂടി ബി.ജെ.പിയുടെ ഈ സമരം, അതായത് ശബരിമല സ്വർണ്ണമോഷണത്തിനെതിരെയുള്ള സമരം വ്യാപിപ്പിക്കുന്നു. സെക്രട്ടേറിയറ്റിനെ ഈ വിഷയത്തിൽ ഒരു സ്ഥിരം സമര കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു നീക്കവും ഒരു ആലോചനയും കൂടി ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ട്. എന്താണെങ്കിലും ഈ വിഷയം, നേരത്തെ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം നമുക്കറിയാം. ആ വിഷയത്തിൽ ബി.ജെ.പി വലിയ സമരങ്ങൾ നടത്തിയ സംഘടനയാണ്. ആ വിഷയത്തിൽ ബി.ജെ.പി സമരം നടത്തുകയും ജയിലിൽ കിടക്കുകയും പോലീസിന്റെ അടി വാങ്ങുകയും ഒക്കെ ചെയ്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ ആ നേട്ടം കൊയ്തത് കോൺഗ്രസ് ആണെന്ന വിമർശനം ബി.ജെ.പിയുടെ സംസ്ഥാന കഴിഞ്ഞ ദിവസം നേതൃയോഗത്തിൽ ഉയരുകയും ഈ സമരങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ബി.ജെ.പി അല്പം വൈകുകയും ചെയ്തു എന്ന വിമർശനം ഉയർന്നു. അതിനു പിന്നാലെയാണ് ഈ സമരപ്രഖ്യാപനം. അടുത്ത ദിവസങ്ങളിലെ സമരം പ്രഖ്യാപിച്ചത്. അതിന്റെ ആദ്യ പടിയാണ് ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് കണ്ടത്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബു നടത്തിയ ഇടപെടലുകളുടെ കൂടുതൽ തെളിവുകൾ 24-ന്. കഴിഞ്ഞ വർഷവും ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കാൻ നീക്കം നടത്തി. സ്മാർട്ട് ക്രിയേഷൻസ് മുരാരി ബാബുവിന് അയച്ച കത്തിന്റെ പകർപ്പ് പുറത്തു വന്നു. തന്റെ നിർദ്ദേശപ്രകാരമല്ല 2019 ദ്വാരപാലക ശില്പത്തിലെ പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതെന്ന് ശബരിമല മുൻ തന്ത്രി കണ്ഠരര് രാജീവര് 24-നോട് പറഞ്ഞു. 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ മുരാരി ബാബുവിന് പങ്കുണ്ടെന്ന് ഉറപ്പിച്ചതോടെയാണ് ഇന്നലെ ദേവസ്വം ബോർഡ് ഇയാളെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി മുരാരി ബാബു നടത്തിയ ദുരൂഹ ഇടപെടലുകളുടെ തെളിവുകളാണ് ഇന്ന് പുറത്തു വന്നത്. 2024 ദ്വാരപാലക വിഗ്രഹം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കാൻ വീണ്ടും നീക്കം നടത്തി. ദേവസ്വം ബോർഡിനെ അറിയിക്കും മുൻപ് 2024 ഒക്ടോബർ 10-ന് മുരാരി ബാബു സ്മാർട്ട് ക്രിയേഷൻസിന് കത്തയച്ചു. ദ്വാരപാലക പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി എത്തിക്കുമെന്നായിരുന്നു മുരാരി ബാബു കമ്പനിക്ക് അയച്ച കത്ത്. വിവരങ്ങൾ അറിയിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് ഒക്ടോബർ 16-ന് അയച്ച ഈ കത്തിലാണ് മുരാരി ബാബുവിന്റെ ഇടപെടൽ വ്യക്തമാകുന്നത്. കത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു തുടരനുമതിക്കായി ഒപ്പുമിട്ടു. എന്നാൽ മുരാരി ബാബുവിന്റെ നീക്കം ദേവസ്വം ബോർഡ് തടഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വഴിവിട്ട ഇടപെടലിന് മുരാരി ബാബു മുൻപും അവസരമൊരുക്കിയെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. 2019 ദ്വാരപാലക ശില്പത്തിലെ പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് തന്റെ നിർദ്ദേശപ്രകാരമല്ലെന്നും
കത്തിനു മറുപടി നൽകുക മാത്രമാണ് ചെയ്തതെന്നും ശബരിമല മുൻ തന്ത്രി കണ്ഠരര് രാജീവര്. അനുമതി തേടിയിരുന്നു, അത് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് കൊണ്ടുപോകുന്ന കാര്യത്തിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥനല്ല, അദ്ദേഹമാണല്ലോ ലെറ്റർ തരുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയില്ല, അദ്ദേഹമാണ് ലെറ്റർ തരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞത്. അത് അവിടുന്ന് ലെറ്റർ തന്നു, അതിന് ഫെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പൂശണം എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തിട്ടുണ്ട്. 2019 മെയ് 18 ശ്രീകോവിൽ കട്ടിളയും ചെമ്പെന്ന് രേഖപ്പെടുത്തിയാണ് സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്ന് തെളിയിക്കുന്ന മഹസർ രേഖയും ഇന്ന് പുറത്തു വന്നു. രേഖയിൽ ഒപ്പിട്ടത് മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ്. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. ശബരിമലയിൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പം തിരികെ സ്ഥാപിച്ചതിലും ദുരൂഹത. തിരികെ സ്ഥാപിക്കുന്ന ചടങ്ങിൽ നിന്ന് തിരുവാഭരണ കമ്മീഷണറെ ഒഴിവാക്കി. നിയമപ്രകാരം താൻ ഉണ്ടാകണമെന്നും ഒഴിവാക്കിയതിൽ ദുരൂഹതയുണ്ടെന്നും മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ 24-നോട് പറഞ്ഞു. 2019 ജൂലൈയിൽ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. 40 ദിവസത്തിന് ശേഷം സ്വർണം പൂശുമ്പോഴും അപ്പോൾ സ്ഥലം മാറിയെത്തിയ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണനും ഉണ്ടായിരുന്നു. സ്വർണം പൂശിയ ശേഷം തൂക്കം പരിശോധിച്ചതും RG രാധാകൃഷ്ണൻ തന്നെ. പക്ഷേ 2019 സെപ്റ്റംബറിൽ തിരികെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണപ്പാളി സ്ഥാപിക്കുമ്പോൾ ശബരിമലയിൽ നിന്ന് RG രാധാകൃഷ്ണനെ ഒഴിവാക്കി. 19-ാം തീയതി ആണ് ഇളക്കിക്കൊണ്ട് പോകുന്നത്. അത് സ്വർണം പൂശുന്നതിന് തിരുവാഭരണ കമ്മീഷണർ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്നും, എന്നാൽ തിരിച്ചു കൊണ്ടുപോകുന്നതിന് അവിടെ ഉള്ള കുറെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം മാത്രമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് പർപ്പസ്ഫുൾ ആണോ ഉള്ളത് എന്ന് എനിക്കറിയില്ല. തന്നെ ഒഴിവാക്കിയതിൽ പല ദുരൂഹതകളും ഉണ്ടാകാമെന്നും തന്റെ സാന്നിധ്യത്തിൽ എന്തെങ്കിലും ദോഷം അവർ കണ്ടിട്ടുണ്ടാകാമെന്നും RG രാധാകൃഷ്ണൻ. നമ്മുടെ നിയമം അനുസരിച്ച് അറിയിക്കേണ്ടതല്ലേ? അത് പിന്നെ ഇറക്കുന്നതിന് എന്തിനു അറിയിച്ചു? തിരിച്ചു സ്ഥാപിക്കുന്നതിന് പ്രത്യേകം ആളുകളുടെ പേര് പറഞ്ഞ ആ ഓർഡർ കയ്യിലുണ്ടല്ലോ. അതിനകത്ത് തിരുവനന്തപുരം കമ്മീഷണർ പേര് പറയുന്നില്ലല്ലോ. ഇല്ലല്ലോ, അത് കുറ്റമല്ലേ? സ്വർണം പൂശി തൂക്കം രേഖപ്പെടുത്തിയ ശേഷം തിരികെ സ്വർണ്ണപ്പാളി ശബരിമലയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള സംഘം മറ്റെന്തെങ്കിലും കൃത്രിമം ഇതിൽ നടത്തിയോ എന്നതടക്കം പുറത്തു വരേണ്ടതുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച് അന്വേഷണം. അന്തിമ റിപ്പോർട്ട് വെള്ളിയാഴ്ച സമർപ്പിക്കാനിരിക്കെ ദേവസ്വം വിജിലൻസ് കൂടുതൽ പേരിൽ നിന്നും മൊഴിയെടുക്കും. ശബരിമല സ്ട്രോങ് റൂമിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ താരതമ്യ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. ശബരിമല സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് ബോർഡ്. വെള്ളിയാഴ്ച കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ പകർപ്പ് ആവശ്യപ്പെടും. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കാണ് നീക്കം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അന്വേഷണ സമിതി വിലയിരുത്തി കാര്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കട്ടെ. കൂടുതൽ ഉദ്യോഗസ്ഥർ വല്ലതും ഇതിൽ പെട്ടിട്ടുണ്ടോ, റിട്ടയറായ ഉദ്യോഗസ്ഥർക്കെതിരെ എന്താണ് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് ആ സമയത്ത് തീരുമാനിക്കാം. റിപ്പോർട്ട് സമർപ്പിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ ഉന്നത ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടുതൽ സഹായം ലഭിച്ചു എന്നാണ് വിവരം. സന്നിധാനത്ത് നടന്ന പരിശോധനയിലും നിർണായക കണ്ടെത്തലുകളുണ്ട്. മരാമത്ത് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു. 24, തിരുവനന്തപുരം. ശബരിമലയിലെ ക്രമക്കേടുകളിൽ പ്രാഥമിക വിവരശേഖരണം നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 1 വർഷം മുൻപ് ലഭിച്ച പരാതിക്ക് പിന്നാലെ സാമ്പത്തിക ഇടപാടുകളിൽ ED രഹസ്യാന്വേഷണം നടത്തി. ടെൻഡർ നടപടികളിൽ വൻ കൊള്ളയുണ്ടായി എന്ന് EDക്ക് തെളിവ് ലഭിച്ചു. വിശദമായ തുടരന്വേഷണത്തിന് ED നീക്കം തുടങ്ങി. ശബരിമലയിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് 1 വർഷം മുമ്പാണ് എൻഫോഴ്സ്മെന്റിന്റെ കൊച്ചി യൂണിറ്റിന് ആദ്യ പരാതി ലഭിച്ചത്. ടെൻഡർ നടപടികളിലും ശബരിമലയിലെ സ്പോൺസർഷിപ്പ് സംബന്ധിച്ച് പിന്നീട് ലഭിച്ചത് 10-ലധികം പരാതികൾ. പരാതികളിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ED പരാതിക്കാരുടെ മൊഴികൾ രേഖപ്പെടുത്തി. കൊച്ചിയിലേക്ക് വിളിപ്പിച്ചായിരുന്നു മൊഴിയെടുപ്പ്. സ്പോൺസർഷിപ്പുകൾക്ക് വ്യാജ വൗച്ചർ തയ്യാറാക്കി ഉദ്യോഗസ്ഥർ പണം കൈക്കലാക്കിയെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ED കണ്ടെത്തിയിട്ടുണ്ട്. ടെൻഡർ നടപടികളിൽ വ്യാജരേഖ ചമച്ചും ബിനാമി ഇടപാടുകൾ നടത്തിയും ഉദ്യോഗസ്ഥർ പണം കൈപ്പറ്റിയതിനും EDക്ക് തെളിവ് ലഭിച്ചു. ബാങ്ക് വഴി അനധികൃത ഇടപാടുകൾ നടത്തിയതിനും EDക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട്. കരാറുകാരുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കിയതിന്റെ രേഖകളും ED സംഘം പിടിച്ചെടുത്തു. നിലവിൽ ആരോപണ വിധേയർക്കെതിരെയും പരാതി ലഭിച്ചിട്ടുണ്ട്. പരാതികളിൽ വിശദമായ തുടരന്വേഷണത്തിന് ED നീക്കം ആരംഭിച്ചു. അരുൺ രാജ്, 24, കൊല്ലം. കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിൽ നിന്നും സ്വർണ്ണ ഉരുപ്പടി കാണാതായ സംഭവത്തിൽ BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതിഷേധം. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ദിനേശ് കുമാറിനെ BJP പ്രവർത്തകർ തടഞ്ഞുവെച്ചു. സംഭവത്തിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ TT വിനോദിനെതിരെ ദിനേശ് കുമാർ പോലീസിൽ പരാതി നൽകി.
ക്ഷേത്രം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദനോട് സ്വർണവുമായി ഇന്ന് രാവിലെ 11 മണിക്കെത്താനാണ് നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇയാൾ എത്തിയില്ല. സ്വർണ്ണ ഉരുപ്പടികൾ കാണാതായിട്ടും ഇതുവരെ ക്ഷേത്രം ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. ഇതിനെതിരെയാണ് നിലവിലെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ദിനേശ് കുമാർ എന്നെ BJP പ്രവർത്തകർ തടഞ്ഞുവെച്ചത്. കള്ളന് കാത്തിരിക്കുകയാണ്. ഇവിടുത്തെ നാട്ടുകാരും മീഡിയാസും ഒക്കെ അറിയേണ്ടതാണ്. ഇവർ കള്ളന് കാത്തിരിക്കുകയാണ്. കള്ളൻ ഇപ്പൊ വരും, നാളെ വരും എന്ന് സ്വത്ത് കൊണ്ടു കൊടുക്കാതെ ഇവരെല്ലാരും കൂടി കക്കാണ്. മലബാർ ദേവസ്വം ബോർഡിന് എല്ലാവർക്കും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസർ പോലീസിൽ പരാതി നൽകി. കാണാതായ സ്വർണത്തിൽ 80% വിനോദൻ തിരിച്ചു നൽകിയെന്നും ബാക്കി എത്തിക്കാമെന്ന് പറഞ്ഞതിനാലാണ് പരാതി നൽകാതിരുന്നതെന്നുമാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വിശദീകരണം. 2016 മുതൽ 2023 വരെ വിനോദൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സമയത്തെ ഉരുപ്പടികളാണ് നഷ്ടമായത്. കോഴിക്കോട് മുക്കം നീലേശ്വരം ശിവക്ഷേത്രത്തിലും സ്വർണം കാണാനില്ലെന്ന് പരാതിയുണ്ട്. മലബാർ ദേവസ്വം ബോർഡിൽ ക്ഷേത്ര പരിപാലക സമിതിയാണ് പരാതി നൽകിയത്. ഈ മാസം 4-ാം തീയതി എക്സിക്യൂട്ടീവ് ഓഫീസർ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. 24 കോഴിക്കോട്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാകില്ലെന്ന കേന്ദ്ര നിലപാടിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. സഹായിക്കാൻ മനസ്സില്ലെങ്കിൽ തുറന്നു പറയണമെന്നും കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ദുരന്തബാധിത മേഖലയിൽ ജപ്തി നടപടികൾ ഹൈക്കോടതി വിലക്കി. സാങ്കേതികത്വം പറഞ്ഞാണ് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാവില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല. കേന്ദ്രത്തിന്റെ അധികാരപരിധിക്ക് പുറത്തുള്ള കാര്യമാണ്. പൊതുമേഖലാ ബാങ്കുകൾക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നയനിർദ്ദേശങ്ങൾ മാത്രമാണ് നൽകുന്നത്. തീരുമാനമെടുക്കേണ്ടത് അതത് ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡാണ്. ബാങ്കുകൾ സ്വതന്ത്ര സംവിധാനമാണെന്നും കേന്ദ്രം സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. ഗുജറാത്ത്, മധ്യപ്രദേശ്, പഞ്ചാബ് സംസ്ഥാനങ്ങൾക്ക് ഈ സാങ്കേതികത്വം ബാധകമില്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചു. വായ്പാ ഇളവ് നൽകാൻ താൽപ്പര്യമില്ലെങ്കിൽ ആർജവത്തോടെ നിലപാട് വ്യക്തമാക്കണം. അധികാരമില്ലെന്ന് പറഞ്ഞ് ഒഴിയുകയല്ല വേണ്ടതും കോടതി വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ദുരന്തബാധിതരുടെ വസ്തുക്കൾ ജപ്തി ചെയ്യരുതെന്ന് ഹൈക്കോടതി ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയത്. ഹർജിയിൽ ദേശസാൽകൃത ബാങ്കുകളെയും കക്ഷി ചേർത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ സിനിമാ താരങ്ങളുടെ വീടുകളിൽ ED പരിശോധന. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെ 17 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ്. ഫെമ നിയമലംഘനത്തിന് തെളിവുണ്ട് എന്നാണ് EDയുടെ വിശദീകരണം. വാഹന ഡീലർമാരുടെ വീടുകളിലും ഓഫീസുകളിലും പരിശോധന നടന്നു. ഭൂട്ടാൻ കാർക്കടത്തിൽ ഹവാല ഇടപാടുകൾ ഉൾപ്പെടെ ഉണ്ടായെന്ന കസ്റ്റംസ് കണ്ടെത്തലിലാണ് ED പരിശോധന. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 17 ഇടങ്ങളിലാണ് പരിശോധന. ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെയും ചെന്നൈയിലെയും വീടുകളിലും ഓഫീസുകളിലും പരിശോധന പുരോഗമിക്കുകയാണ്. പൃഥ്വിരാജിന്റെ വീട്ടിലും അമിത് ചക്കാലക്കലിന്റെ വീട്ടിലും ED ഉദ്യോഗസ്ഥരെത്തി. കേരളത്തിൽ 5 ജില്ലകൾ കേന്ദ്രീകരിച്ച് ED പരിശോധനയുണ്ട്. ഇവിടങ്ങളിൽ വാഹന ഡീലർമാരെ കേന്ദ്രീകരിച്ചാണ് പരിശോധന. തമിഴ്നാട്ടിൽ ചെന്നൈയിലും കോയമ്പത്തൂരുമാണ് ED പരിശോധന നടക്കുന്നത്. ഭൂട്ടാനിൽ നിന്നുള്ള കാർ കടത്തിൽ ഫെമ ചട്ടലംഘനം നടന്നുവെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഡിഫൻഡർ, ലാൻഡ് ക്രൂയിസർ, മെസ്രട്ടി തുടങ്ങിയ വാഹനങ്ങളുടെ ഇടപാടിൽ ഹവാല നെറ്റ്വർക്കിന്റെ വിവരങ്ങളും EDക്ക് ലഭിച്ചു. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഇടപാടുകളുടെ പ്രധാന കേന്ദ്രമെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഇന്ത്യൻ ആർമിയുടെയും US എംബസിയുടെയും രേഖകൾ സംഘം വ്യാജമായി നിർമ്മിച്ചുവെന്നും ഈ രേഖകൾ ഉപയോഗിച്ച് സിനിമാ താരങ്ങൾക്കും ശതകോടീശ്വരന്മാർക്കും വാഹനങ്ങൾ വിൽപ്പന നടത്തിയെന്നുമാണ് വിവരം. താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ നെറ്റ്വർക്കുമായി നടത്തിയ ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴുള്ള അന്വേഷണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ED റെയ്ഡ് തുടരുന്നതിനിടെ നടൻ ദുൽഖർ സൽമാൻ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. വിപിൻ C വിജയൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഒപ്പം റാഫി കരീമും അതുപോലെ വിഷ്ണു സുരേഷും വിവരങ്ങൾ നൽകും. വിപിൻ, എന്തെങ്കിലും പ്രതികരണം ദുൽഖറിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? അദ്ദേഹം ഈ വിഷയത്തിൽ ഇതിനോടകം ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. അതിലൊരു ഇടക്കാല ഉത്തരവ് ഇന്നലെ കിട്ടിയിരുന്നു ഈ വാഹനങ്ങൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ തൊട്ടു പിന്നാലെയാണ് EDയുടെ ഈ പരിശോധന ഇന്ന് നടക്കുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹം ചെന്നൈയിലായിരുന്നു എന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും പ്രതികരണമുണ്ടോ? ഇല്ല, നെടുമ്പാശ്ശേരിയിലാണ് ദുൽഖർ സൽമാൻ വന്നിറങ്ങിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു പ്രതികരണവും നിലവിൽ നൽകിയിട്ടില്ല. അദ്ദേഹം ഒരു പക്ഷേ വീട്ടിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ വീട്ടിൽ EDയുടെ പരിശോധന നടക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും മറ്റ് ഒരു സംസാരത്തിനോ അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുമോ എന്നുള്ളത് കൂടിയാണ് ഇനി കണ്ടറിയേണ്ടത്. പരിശോധനകൾ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ 17 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. അതിൽ കൊച്ചിയിലാണ് സിനിമാ താരങ്ങളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അവരുടെ ഗാരേജുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പരിശോധന. ആദ്യം മുതൽ തന്നെ
കസ്റ്റംസിന്റെ ഒരു പരിശോധന, അതിന്റെ ഒരു പിടിമുറുക്കൽ വരുമ്പോൾ തന്നെ ED കൂടി ഇതിൽ ഇടപെടൽ നടത്തുകയും അതിലൊരു പരിശോധനയ്ക്ക് വേണ്ടി കസ്റ്റംസിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. അതിന് കാരണം ഈ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ അതിൽ ഇവരുടെ ഒരു ഇടപെടൽ, അതായത് ഒരു പണം വെളുപ്പിക്കുന്ന, ഒരു കള്ളപ്പണം വെളുപ്പിക്കുന്ന സംഘത്തിന്റെ ഒരു ഇടപെടൽ ആദ്യം മുതൽ തന്നെ സംശയിച്ചിരുന്നു. അങ്ങനെ തന്നെയാണ് ഇതിൽ EDയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ ആ വിവരങ്ങൾ ED കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഇതിലൊരു ഹവാല ഇടപാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് പുറത്തുനിന്ന് ഇപ്പോൾ ഭൂട്ടാനിൽ നിന്നും നേപ്പാളിൽ നിന്നുമൊക്കെയുള്ള വാഹനങ്ങൾ അത് ഇന്ത്യയിലേക്ക് എത്തിച്ച് ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ് ഒക്കെ എത്തിച്ച് അവിടെ വ്യാജ രജിസ്ട്രേഷൻ ആ ഒരു നമ്പർ ഉണ്ടാക്കുന്നു. അതിൽ വ്യാജ രജിസ്ട്രേഷൻ സംഘടിപ്പിച്ച് ഇതുപോലുള്ള സിനിമാ താരങ്ങൾക്ക്, വ്യവസായികൾക്കൊക്കെ മോഹവിലയ്ക്ക് നൽകുന്നു എന്നുള്ളതാണ്. ആ ഒരു പണമിടപാടിൽ അതിലൊരു കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ട്, അതിലൊരു ഹവാല ഇടപാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് EDയുടെ പ്രാഥമികമായിട്ടുള്ള ഒരു കണ്ടെത്തൽ. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ആ ഒരു വാഹനത്തിന്റെ ഉടമയായിട്ട് നിൽക്കുന്നത് ഇവരാണെങ്കിലും ഇതിന് പുറകിൽ ഇത് എത്ര ആളുകളുടെ കൈമാറിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്, ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായതിനു ശേഷം എത്ര ഒരു അട്ടിമറി, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ക്രമക്കേട് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ് എടുക്കുന്നത്. GST തട്ടിപ്പ് ഉൾപ്പെടെയുള്ളവ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ കസ്റ്റംസ് വ്യക്തമാക്കിയതാണ്. അതിനു പുറമെയാണ് ഇപ്പോൾ ED അന്വേഷണം കൂടി ഈ സിനിമാ താരങ്ങളിലേക്ക്, വാഹന ഉടമകളിലേക്ക്, അതിന്റെ ഏജന്റുമാരിലേക്കൊക്കെ നീളുന്നത് എന്നുള്ളത് സംശയം പറയാം. ഈ കസ്റ്റംസിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇങ്ങനെ വരുന്ന ഹവാല പണമൊക്കെ അതൊരു രാജ്യദ്രോഹ പ്രവർത്തനത്തിനുൾപ്പെടെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഫെമ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന പ്രാഥമിക നിഗമനമാണ് EDക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി വിവിധ കേന്ദ്രങ്ങൾ, ഏതാണ്ട് 17 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടക്കുന്നത്. റാഫി കരീം എളംകുളത്ത് ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകും. റാഫി, അവിടെ ഇപ്പോഴും പരിശോധന തുടരുകയാണോ? അല്പസമയം മുമ്പാണ് ദുൽഖർ ചെന്നൈയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ എത്തി. അദ്ദേഹം അവിടേക്കായിരിക്കും എത്തുക. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അവിടെ ED ഉദ്യോഗസ്ഥരുണ്ടാകും അല്ലേ? തീർച്ചയായും ED ഉദ്യോഗസ്ഥർ 6 മണിയോടുകൂടി ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഫെമ ചട്ടം ദുൽഖർ അടക്കമുള്ള ആളുകൾ ലംഘിച്ചു എന്നുള്ളത് തന്നെയാണ് EDയുടെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് ED കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കസ്റ്റംസ് നുംകൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ നടത്തിയതിനു ശേഷം വ്യക്തമാക്കിയിരുന്നു ഇതിൽ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ആ സാമ്പത്തിക ഇടപാടുകളിലേക്ക് കൂടുതൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുമെന്നുള്ളത്. ആ അന്വേഷണമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഫെമ ചട്ടത്തിന്റെ 3, 4, 8 ഈ ചട്ടങ്ങളാണ് ദുൽഖർ അടക്കമുള്ള ആളുകൾ ലംഘിച്ചതായി പറയുന്നത്. ഒപ്പം തന്നെ ഹവാല റാക്കറ്റുകളും ഇത്തരത്തിലുള്ള ഈ ഭൂട്ടാൻ വാഹനക്കടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ EDക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെന്നും ഈ സംഘം ഹവാല നെറ്റ്വർക്കുകൾ കൂടി ചേർന്നതാണ് എന്നുള്ളതാണ് ഇന്ന് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിലും ഒപ്പം തന്നെ കോയമ്പത്തൂരും ചെന്നൈയിലും ഒരേ സമയം ഒരുമിച്ചുള്ള ഒരു റെയ്ഡിലേക്ക് 17 ഇടങ്ങളിൽ ഒരുമിച്ചാണ് ഇന്ന് ഈ ഒരു പരിശോധന നടക്കുന്നത്. പുലർച്ചെ 6 മണിയോടുകൂടിയാണ് 17 ഇടങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം എത്തുന്നത്. അതിൽ കൊച്ചി യൂണിറ്റ് ഉണ്ട്, ഒപ്പം തന്നെ ചെന്നൈ യൂണിറ്റ് ഉണ്ട്. ഈ 2 യൂണിറ്റും ചേർന്നുകൊണ്ട് ഒരു സംയുക്ത പരിശോധന, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത്തരം രേഖകൾ, ഹവാല ഇടപാടുകൾ സംശയിക്കുമ്പോൾ അത് ആ അന്വേഷണം കൂടുതൽ ഭാഗങ്ങളിലേക്ക് പോകും. ഒപ്പം തന്നെ ഈ EDയുടെ അന്വേഷണത്തിൽ അവിടെ പരിശോധന രാവിലെ 6 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ്. ഇപ്പോഴും അത് തുടരുന്നു. എന്താണ് EDയുടെ അടുത്ത നീക്കം എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. വിഷ്ണു സുരേഷും ചേരുന്നുണ്ട്. വിഷ്ണു, പൃഥ്വിരാജിന്റെ തൊപ്പമ്പടിയിലെ ഫ്ളാറ്റിലായിരുന്നല്ലോ ED ഉദ്യോഗസ്ഥർ എത്തിയത്. അവിടെയും പരിശോധന തുടരുകയാണോ? പൃഥ്വിരാജ് ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ വീട്ടിൽ? വിജയകുമാർ, രാവിലെ തേവരയിലുള്ള ഫ്ളാറ്റിലാണ് അന്വേഷണ സംഘം ED സംഘം എത്തിയത്. അവിടെ ഒരു 6 മണി മുതൽ 8 മണി വരെ പരിശോധന നടത്തി. അതിനുശേഷമാണ് തോപ്പമ്പടിയിലുള്ള ഫ്ളാറ്റിലേക്ക് എത്തിയത്. പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 4ഓളം വരുന്ന ED ഉദ്യോഗസ്ഥരാണ് അവിടെ ഉണ്ടായിരുന്നത്. നേരത്തെ കസ്റ്റംസ് പൃഥ്വിരാജിന്റെ തോപ്പമ്പടിയിലെ അവിടെ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തി, വാഹനങ്ങളെ കേന്ദ്രീകരിച്ച പരിശോധന നടത്തിയെങ്കിലും അവർ തേടി വന്ന ഒരു വാഹനം അവിടെ നിന്ന് കണ്ടെത്താനായില്ല എന്ന നിഗമനത്തിൽ അവർ മടങ്ങിപ്പോകുകയായിരുന്നു. മറിച്ച് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ പരിശോധിച്ച
അന്ന് പൃഥ്വിരാജിന്റെ വാഹനം മാത്രം കസ്റ്റഡിയിലെടുത്തില്ല. ദുൽഖറിന്റെയും അമിതിന്റെയും വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ പൃഥ്വിരാജിന്റെ വാഹനം അന്ന് കണ്ടെത്താനായില്ല എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. ആ വാഹനം തേടി തന്നെയായിരിക്കാം ഇത്തവണയും ED ഉദ്യോഗസ്ഥർ എത്തിയത്. ഒപ്പം തന്നെ വാഹനത്തിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ പരിശോധനയിലേക്ക് കടക്കുകയാണ്. ഒരു ദീർഘ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ കസ്റ്റംസിന്റെ പരിശോധന ഉച്ചയോടുകൂടി അവസാനിച്ച് അവർ മടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഇതിപ്പോൾ രാവിലെ 6 മണി മുതൽ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അത് കൂടുതൽ നേരങ്ങളിലേക്ക് പരിശോധന നീളും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഫെമ ആക്ട് പ്രകാരം 7-8 ആക്ടുകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, ഒപ്പം ഹവാല ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കസ്റ്റംസിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കസ്റ്റംസ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനമൊക്കെ ഉണ്ട്. അവരുടെ ഇന്റലിജൻസ് വിഭാഗങ്ങൾ ശേഖരിച്ച ചില വിവരങ്ങൾ കസ്റ്റംസിന്റെ പക്കലുണ്ട്. ആ രേഖകളൊക്കെ EDക്ക് കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധന. അതിൽ പൃഥ്വിരാജ് സുകുമാരനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാഹനക്കടത്തുമായി ബന്ധമുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ അത്തരം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ED അവിടെ എത്തിയിരിക്കുന്നത്. വിജയകുമാർ. യെസ്, പ്രാഥമികമായി ED നൽകുന്നത് ഫെമ ലംഘനമുണ്ടായി എന്നാണ്. ആ വിവരമാണ് അവർ നൽകുന്നത്. കസ്റ്റംസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അവർക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ED ഈ വിഷയത്തിൽ ഇടപെടുകയും വിവരശേഖരണത്തിനായി ഇപ്പോൾ ഈ റെയ്ഡ് നടത്തുകയും ചെയ്യുന്നത്. 17 കേന്ദ്രങ്ങളിലാണ് കേരളത്തിൽ പരിശോധന പുരോഗമിക്കുന്നത്. ന്യൂ മാഹി ഇരട്ടക്കൊലക്കേസിൽ CPM പ്രവർത്തകർ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. പ്രതികൾക്കെതിരെയുള്ള കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല എന്ന് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിലയിരുത്തി. കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും ഉൾപ്പെടെ 14 പ്രതികളാണ് കുറ്റവിമുക്തരായത്. BJP RSS പ്രവർത്തകരായ 2 പേർ കൊല്ലപ്പെട്ട കേസിലാണ് വിധി. അന്വേഷണത്തിലെ പോലീസ് വീഴ്ച പ്രോസിക്യൂഷൻ ഇന്ന് സമ്മതിക്കുകയും ചെയ്തു. BJP RSS പ്രവർത്തകരായ മഡോമൽ വിജിത്, കുറുന്തോടത്ത് ഷിനോജ് എന്നിവരെ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് 15 വർഷത്തിനപ്പുറം കോടതി വിധി പ്രസ്താവിച്ചത്. TP കേസ് പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് ഉൾപ്പെടെ 14 CPM പ്രവർത്തകരായിരുന്നു പ്രതികൾ. ഇതിൽ 2 പ്രതികൾ മരിച്ചുപോയിരുന്നു. ഒറ്റ വരിയിൽ പ്രോസിക്യൂഷന് കുറ്റം തെളിയിക്കാനായില്ലെന്നായിരുന്നു ജഡ്ജിയുടെ പരാമർശം. 14 CPM പ്രവർത്തകരെയും കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് കെട്ടിച്ചമച്ച തെളിവുകളെന്ന് പ്രതിഭാഗം അഭിഭാഷകർ. ആ 15 പേരുകൾ പറഞ്ഞതിൽ 13 പേരും ഇന്ന് കോടതിയിൽ വിചാരണ നേരിട്ട പ്രതികളിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രോസിക്യൂഷൻ നേരിട്ട പരാജയത്തിൻ്റെ ആണിക്കല്ല് എന്ന് വേണമെങ്കിൽ പറയാം. വിധി അപ്രതീക്ഷിതവും നിരാശാജനകവുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രേമരാജൻ. അന്വേഷണത്തിലെ അപാകത പോലീസിന്റെ വീഴ്ചയെന്ന് വിമർശനം. കോടതിയിൽ ഹാജരായി തിരികെ വരികയായിരുന്ന 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട കേസിൽ സാക്ഷിമൊഴികളും തെളിവുകളും ഉണ്ടായിട്ടുകൂടി പ്രതികളെ വെറുതെ വിട്ടു എന്നും, ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ളതും തികച്ചും നിരാശാജനകമാണ്. ഒരു കേസിന്റെ വിചാരണയ്ക്കായി മാഹി കോടതിയിൽ ഹാജരായി ബൈക്കിൽ മടങ്ങുന്നതിനിടെ വിജിത്തിനെയും ഷിനോജിനെയും ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. ഭരണ സ്വാധീനത്തിൽ വഴങ്ങി പലരും പ്രതികൾക്കെതിരെ മൊഴി നൽകാൻ തയ്യാറായില്ലെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഇനി കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ പ്രോസിക്യൂഷൻ സമീപിക്കുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. മിഥുൻ ചാത്തോത്തിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 കണ്ണൂർ. പാലക്കാട്ട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ജില്ലാ ആശുപത്രിക്കുണ്ടായത് ഗുരുതര വീഴ്ച. വേദനയുണ്ടെന്ന് അറിയിച്ചിട്ടും അണുബാധ പരിശോധിച്ചില്ല. ചികിത്സ നൽകിയത് കൈ ഒടിഞ്ഞതിന് മാത്രമെന്ന് വ്യക്തമാക്കുന്ന മെഡിക്കൽ രേഖകൾ 24 ലഭിച്ചു. 9 വയസ്സുകാരിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയതിൽ പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് ഗുരുതര കൃത്യവീഴ്ച ഉണ്ടായെന്ന് വ്യക്തമാക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. വേദന ഉണ്ടായിട്ടും ഇൻഫെക്ഷൻ പരിശോധന നടത്തിയില്ല, ആദ്യഘട്ടത്തിൽ നൽകേണ്ട ആന്റിബയോട്ടിക് നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് 2 ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്ത് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത്. ഡോക്ടേഴ്സിന്റെ ഗുരുതര വീഴ്ച രേഖകളിൽ നിന്നും വ്യക്തം. അതേസമയം ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് KGMOA. ഇന്ന് കരിദിനം ആചരിച്ചു. സ്പെഷ്യൽ ഡ്യൂട്ടി, റിപ്പോർട്ട്, മീറ്റിംഗ് എന്നിവയും 13-ന് OPയും ബഹിഷ്കരിക്കുമെന്നും KGMOA. 2 അന്വേഷണ റിപ്പോർട്ടും നമുക്ക് ഫേവറബിൾ ആയിട്ട് നെഗ്ലിജൻസ് ഇല്ലാന്ന് വന്നിട്ടും തിടുക്കത്തിൽ ഗവൺമെന്റ് പെട്ടെന്ന് ഇങ്ങനൊരു നടപടിയിലേക്ക് കടന്നത് തികച്ചും പ്രതിഷേധാർഹമാണ്. രോഗികളെ ബാധിക്കാത്ത രീതിയിൽ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ചിന്തിക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കുട്ടി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിൽ കഴിയുന്ന കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് കോടതിയിൽ ഹർജി സമർപ്പിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. 24 കോഴിക്കോട്.
സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ച് പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സത്യാഗ്രഹം ആരംഭിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. അതിനിടെ ഹർഷീനയുടെ ചികിത്സാ ചെലവ് UDF ഏറ്റെടുത്തു. കഴിഞ്ഞ 8 വർഷമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം തുടരുകയാണ് ഹർഷീനയും സഹായ സമിതിയും. തുടർന്നാണ് സാമ്പത്തിക സഹായം നൽകുക, വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുക, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. 8 വർഷത്തോളമായി ഒരു ദുരിതം, നമ്മളെ കാരണമല്ലാതെ വന്ന ഒരു ദുരിതം സഹിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ 3 വർഷത്തോളമായി അത് പുറത്തെടുത്തിട്ട് അപ്പം ഇതൊരു ഏറ്റവും വലിയൊരു ചികിത്സാ പിഴവാന്നുള്ളതിന് ആർക്കും ഒരു സംശയവുമില്ല. പിന്നെ ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് നമുക്ക് ഉടൻ നീതി ഉറപ്പാക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. നീതി ലഭിച്ചില്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്നും യുവതി പറയുന്നു. ഹർഷണിയുടെ ചികിത്സാ ചെലവ് UDF ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ഹർഷണിയുടെ കേസ് കേരളത്തിന് അപമാനകരമായ സംഭവമാണെന്നും പ്രതിപക്ഷ നേതാവ്. അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി സർക്കാരിന്റെ മുമ്പ് കാത്തുന്നതിനേക്കാൾ അപ്പുറം അവരുടെ ചികിത്സ, അത്യാവശ്യമായ ചികിത്സ മുഴുവൻ UDF ഏറ്റെടുക്കുകയാണ്. അവരുടെ ചികിത്സ ഏറ്റെടുക്കുകയാണ്. അവരെ ഏറ്റവും നല്ലൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി അവരുടെ തുടർ ചികിത്സ UDF ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. KPCC പ്രസിഡന്റ് അടക്കമുള്ള വിവിധ പ്രതിപക്ഷ നേതാക്കളും സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി ഹർഷണിയുടെ ഏകദിന സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. 24 തിരുവനന്തപുരം. രാജ്യത്ത് ചുമമരുന്ന് കഴിച്ചു മരിച്ച കുട്ടികളുടെ എണ്ണം 24ആയി. കഞ്ചീപുരത്ത് മരുന്ന് നിർമ്മിച്ചതിൽ നിയമലംഘനം നടന്നു എന്നാണ് തമിഴ്നാട് ഡ്രഗ് കൺട്രോളറുടെ റിപ്പോർട്ട്. മുഴുവൻ ഉത്തരവാദിത്വവും സർക്കാരുകൾക്കാണെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ RV അശോകൻ 24നോട് പറഞ്ഞു. കാഞ്ചീപുരത്ത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് മരുന്ന് നിർമ്മിച്ചതെന്നും രാസവസ്തുക്കളുടെ നിയമവിരുദ്ധമായ ഉപയോഗം നടന്നതായും തമിഴ്നാട് ഡ്രഗ് കൺട്രോളുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. കാഞ്ചീപുരത്തെ കോൾഡ്രഫ് നിർമ്മാതാവ് ശ്രീസാൻ ഫാർമസ്യൂട്ടിക്കൽ ഉടമകളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി രാജേന്ദ്ര ശുക്ല പറഞ്ഞു. സർക്കാർ बहुत सख्त है. आरोपी कंपनी जो दवाई बनाने वाली कोल्ड्रिफ बनाने वाली कंपनी है, उसके ओनर को गिरफ्तार करने के लिए छिंदवाड़ा से पुलिस की टीम चेन्नई और कांचीपुरम पहुंच चुकी है और कड़ी से कड़ी कार्रवाई की जा रही है. ചുമമരുന്ന് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലും കുട്ടികൾ മരിച്ചതിൽ മുഴുവൻ ഉത്തരവാദിത്തവും സർക്കാരുകൾക്കെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുൻ ദേശീയ പ്രസിഡന്റ് RV അശോകൻ വിമർശിച്ചു. ഡോക്ടറെ അറസ്റ്റ് ചെയ്ത തീരുമാനം അടിയന്തരമായി തിരുത്തണം. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും സർക്കാരുകൾക്കും, അല്ലാതെ നിയന്ത്രിക്കേണ്ട ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റീസിന്റെ ഒരു ഫെയിലിയറാണ്, ഒരു വൻ പരാജയം തന്നെ പറയാം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളിൽ 1% താഴെ മാത്രമാണ് ഗുണനിലവാരത്തിന് വേണ്ടി പരിശോധിക്കുന്നത്. മരുന്ന് നിർമ്മിച്ച ഫാർമസി ഉടമ, ഗുണനിലവാരം പരിശോധിക്കാതെ ലൈസൻസ് നൽകിയ അധികൃതർ എന്നിവർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടതെന്നും RV അശോകൻ പറഞ്ഞു. വിനീത VG 24 ഡൽഹി. 10 മാസത്തിനിടെ സംസ്ഥാനത്ത് 97 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നിലവിൽ 3 ആക്റ്റീവ് കേസുകളാണുള്ളത്. രോഗ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത് ആശങ്ക കൂട്ടുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയായ മധ്യവയസ്കനാണ് സംസ്ഥാനത്ത് അവസാനമായി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. രോഗം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 57 വയസ്സുകാരന്റെ രോഗ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രോഗം ബാധിച്ച് കൊല്ലം ഇടവട്ടം സ്വദേശി മരിച്ചതും കഴിഞ്ഞ ദിവസമാണ്. 10 മാസത്തിനിടെ 97 പേർക്ക് രോഗം സ്ഥിരീകരിച്ചെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. അതിൽ 22 പേർക്ക് ജീവൻ നഷ്ടമായി. കഴിഞ്ഞ ഒരാഴ്ചയിൽ 9 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ ഭൂരിഭാഗം പേരുടെയും ഉറവിടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് രോഗബാധയുമായി ബന്ധപ്പെട്ട് കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നത്. കെട്ടിക്കിടക്കുന്നതും വൃത്തിഹീനവുമായ ജലാശയങ്ങളിൽ ഇറങ്ങുന്നതും നീന്തൽക്കുളങ്ങളിൽ ഇറങ്ങുന്നതും പരമാവധി ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തുടർച്ചയായി 3-ാം ദിവസവും സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തി. പവന് 840 രൂപ കൂടി 90,320 രൂപയിലും ഗ്രാമിന് 105 രൂപ കൂടി 11,290 രൂപയിലുമാണ് ഇന്നത്തെ വ്യാപാരം. രാജ്യാന്തര വിപണിയിൽ ഔൺസിന് വില $4,000 മുകളിലെത്തി. ഈ മാസം ഇതുവരെ പവന് കൂടിയത് 3,320 രൂപയാണ്. പോയ വർഷം ഇതേ ദിവസം സ്വർണം പവന് 56,800 രൂപയായിരുന്നു.
ഒരു വർഷം കൊണ്ടുണ്ടായത് 33,520 രൂപയുടെ വർധനയാണ്. രാജ്യാന്തര വിലയിലെ കുതിപ്പാണ് സംസ്ഥാനത്തും സ്വർണ്ണവില ഉയരാൻ കാരണം. അന്താരാഷ്ട്ര വിപണി വില ഔൺസിന് $4,000 മുകളിലെത്തി. ഈ വർഷം ഡിസംബറോടെ ഔൺസിന് $5,000 ബാങ്ക് ഓഫ് അമേരിക്കയുടെ പ്രവചനം. എന്നാൽ കുതിപ്പ് തുടർന്നാൽ 12% തിരുത്തലിന് ശേഷം ഔൺസിന് $3,550 തിരിച്ചെത്താനുള്ള സാധ്യതയും ബാങ്ക് ഓഫ് അമേരിക്ക പ്രവചിക്കുന്നുണ്ട്. ഒരു പവൻ ആഭരണമായി വാങ്ങാൻ GSTയും 10% പണിക്കൂലിയും ചേർത്ത് 1,00,000 രൂപയിലേറെ മുടക്കേണ്ടിവരും. അമേരിക്കൻ ഷട്ട്ഡൌൺ തുടരുന്നതും ഫ്രാൻസിലെ സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരമാകാത്തതും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതുമാണ് വിലക്കുതിപ്പിനുള്ള പ്രധാന കാരണങ്ങൾ. വരാനിരിക്കുന്ന ഫെഡറൽ റിസർവ് തീരുമാനവും സ്വർണത്തിന്റെ ഗതി നിശ്ചയിക്കും. ബിസിനസ് ഡെസ്ക് 24. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് തീ പടർന്ന് സ്ത്രീ മരിച്ചു. മുട്ടക്കാട് സ്വദേശി സലിലകുമാരിയാണ് മരിച്ചത്. പാചകം ചെയ്യുന്നതിനിടെ വസ്ത്രത്തിലേക്ക് തീ പടരുകയായിരുന്നു. മേഘന മുരളി വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് മേഘന, എങ്ങനെയാണ് അപകടമുണ്ടായത്? എന്താണ് അവിടെ സംഭവിച്ചത്? വിജയകുമാർ, അല്പസമയം മുന്നെയാണ് തിരുവനന്തപുരം മുട്ടയ്ക്കാട് ഈ അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. വീട്ടമ്മ പാചകം ചെയ്യുന്നതിനിടയിൽ ഈ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് തീ പടർന്ന് പൊള്ളലേറ്റ് മരിക്കുകയായിരുന്നു. അതിൽ ഇപ്പോൾ പശ്ചാത്തലം സംഭവം എന്ന് പറയുന്നത് ഈ ഗ്യാസ് അടുപ്പിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഈ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് വസ്ത്രത്തിലേക്ക് തീ പടരുകയായിരുന്നു എന്നുള്ളതാണ്. സംഭവ സ്ഥലത്ത് തന്നെ ഭൂരിഭാഗം ഭാഗവും ശരീരത്തിലേക്കും തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വീട്ടുകാർ തന്നെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 50 വയസ്സുള്ള മുട്ടയ്ക്കാട് സ്വദേശി സലീലകുമാരിയാണ് മരിച്ചത്. അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ ഇന്ത്യയിലെത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കാനാണ് സന്ദർശനം. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കിയർ സ്റ്റാമർ കൂടിക്കാഴ്ച നടത്തും. വ്യവസായ പ്രമുഖർ, വൈസ് ചാൻസലർമാർ, സാംസ്കാരിക പ്രമുഖർ അടക്കം 100ഓളം പേർ അടങ്ങുന്ന സംഘമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കൊപ്പം ഇന്ത്യയിലേക്ക് എത്തിയത്. മഹാരാഷ്ട്ര ഗവർണർ ആചാര്യ ദേവവ്രത്, മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ എന്നിവർ ചേർന്ന് വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UK സന്ദർശിച്ചതിന്റെ തുടർച്ചയായാണ് സന്ദർശനം. സ്വതന്ത്ര വ്യാപാര കരാറിൽ അന്ന് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, സുരക്ഷ, പ്രതിരോധം, കാലാവസ്ഥ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ഉൾക്കൊള്ളുന്ന 10 വർഷത്തെ സമഗ്ര പദ്ധതിയായ വിഷൻ 2035 നരേന്ദ്രമോദിയും സ്റ്റാർമറും തമ്മിൽ ചർച്ച ചെയ്യും. രാജ്ഭവനിലാണ് നാളെ കൂടിക്കാഴ്ച. മുംബൈയിൽ വ്യവസായ വാണിജ്യ പ്രമുഖരുമായി കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 6ാം പതിപ്പിൽ കെയർ സ്റ്റാമർ പങ്കെടുക്കും. 24 മുംബൈ. ശബരിമലയിൽ നിന്നൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തോടനുബന്ധിച്ച് വെർച്വൽ ക്യൂവിന് അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മാസം 21-ന് 25,000 പേർക്ക് മാത്രമാണ് ദർശനത്തിന് അനുമതിയുള്ളത്. ഉച്ചയ്ക്ക് ശേഷം മല കയറുന്നതിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി വരുന്ന 22-ന് പൊതുജനങ്ങൾക്ക് ദർശനത്തിന് അനുമതി ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുന്നുണ്ട്. 21, 22 ദിവസങ്ങളിലാണ് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലും സന്നിധാനത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയും സീറ്റ് വിഭജനത്തിലും ഭിന്നത. തേജസ്വി യാദവ് RJDയുടെ മാത്രം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കൂട്ടായി തീരുമാനിക്കുമെന്നും കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് പറഞ്ഞു. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് യോഗം ചേരുന്നുണ്ട്. പട്നയിൽ NDA നേതൃയോഗവും ചേരും. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി RJD പ്രചരണവുമായി മുന്നോട്ടു പോകുന്നതിനിടെ അത് കോൺഗ്രസ് അംഗീകരിക്കുന്നില്ലെന്ന സൂചനയാണ് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് നൽകുന്നത്. തേജസ്വി യാദവ് RJDയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നും സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ കൂടിയാലോചിച്ചാകും തീരുമാനിക്കുകയെന്നും ഉദിത് രാജ് പറഞ്ഞു. സീറ്റ് പങ്കിടലിൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പ്രതികരണം. ഇത്തവണ 60 സീറ്റുകൾ വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ഇതുവരെ മുന്നണി അംഗീകരിച്ചിട്ടില്ല. ഇന്ന് ഓൺലൈനായി ചേരുന്ന കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇക്കാര്യത്തിൽ നിർണായകമാകും. NDA സഖ്യത്തിലും സീറ്റ് വിഭജനത്തിൽ ഭിന്നതയുണ്ട്. BJPക്ക് തുല്യമായി 103 സീറ്റുകൾ വേണമെന്ന നിലപാടിലാണ് JDU. 18 സീറ്റുകൾ ആവശ്യപ്പെട്ട ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയ്ക്ക് പരമാവധി 8 സീറ്റുകളും 50 സീറ്റുകൾ ചോദിച്ച ചിരാഗ് പസ്വാന്റെ LJPക്ക് 20 സീറ്റുകളുമാണ് BJP വാഗ്ദാനം ചെയ്യുന്നത്. NDA സഖ്യകക്ഷി നേതാക്കളുടെ നിർണായക യോഗം ഇന്ന് പട്നയിൽ ചേരും. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. 24 ഡൽഹി.
91ാം സ്ഥാപക ദിനാഘോഷത്തിൽ കരുത്തുകാട്ടി വ്യോമസേന. ഡൽഹിയിലെ ഹിൻഡൺ വ്യോമത്താവളത്തിൽ സൈനിക പരേഡും പോർവിമാനങ്ങളുടെ ശക്തി പ്രകടനവും നടന്നു. രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കായി ജീവൻ ത്യജിക്കാനും വ്യോമസേനാംഗങ്ങൾ തയ്യാറാണെന്ന് സേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് പറഞ്ഞു. സേനയിൽ നിന്ന് വിരമിച്ച MiG-21 യുദ്ധവിമാനത്തിന്റെ പ്രദർശനവും ഉണ്ടായിരുന്നു. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.